സൃഷ്ടാവ് എന്താണെന്നാണ്. സൃഷ്ടാവ് എന്ന് പറയുന്നത് നമുക്കറിയാം സൃഷ്ടിക്കുന്നവനാണെന്ന്. ദ്രവ്യവും ദൈവവും ചേരുമ്പോൾ പ്രപഞ്ചം പൂർണ്ണമാകും. ദ്രവ്യം പ്ലസ് ദൈവം ഈസ് ഈക്വൽ ടു പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നതാരോ ആ ഒരു ശക്തിയാണ്. ആ ഒരു വ്യക്തിയെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അഥവാ പ്രപഞ്ചത്തിന്റെ പിതാവ്. നമ്മൾ ജഗൽ പിതാവ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം ഏതൊരു വസ്തുവിനും ഒരു സൃഷ്ടാവുണ്ട്. ഒരു മുട്ടുസൂചി സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ സൃഷ്ടാവ് വേണം. ഒരു മുട്ടുസൂചി തൊട്ട് എയറോപ്ലെയിൻ വരെ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ഓരോ വസ്തുക്കളും നമ്മൾ കയ്യിലെടുത്തിട്ട് അതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട്. ആരെങ്കിലുമൊക്കെ സൃഷ്ടിച്ചതായിരിക്കും ഓരോ വസ്തുക്കളും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഇതിലെ സകല ജീവജാലങ്ങൾ സൃഷ്ടിച്ചത് ആരായിരിക്കും? അപ്പൊ അതിനൊരു സൃഷ്ടാവുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ മുകളിലാണ് ആ സൃഷ്ടാവിന്റെ സ്ഥാനം. അപ്പൊ എന്നെയും നിങ്ങളെയും സർവ്വചരാചരങ്ങളെയും സമസ്ത ഭൂതങ്ങളെയും ഉൾപ്പെട്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണോ അതാണ് നമ്മുടെ സൃഷ്ടാവ്. അത് ഒന്നു മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന് പറയുന്നത് ഏകനാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മഹാദൈവം എന്നാണ്. മഹാദൈവം നമ്മൾ ദൈവങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ് മഹാദൈവം എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. എല്ലാ കോടതിക്കും മുകളിൽ ഒരു സുപ്രീം കോടതിയുണ്ട്. എല്ലാ മന്ത്രിമാർക്കും മുകളിൽ ഒന്നിലൊരു മുഖ്യമന്ത്രി കാണും, അല്ലെങ്കിൽ ഇവർക്കെല്ലാം മുകളിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രിക്ക് മുകളിലൊരു രാഷ്ട്രപതി ഉണ്ടാവും. എല്ലാ അധ്യാപകർക്കും മുകളിൽ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടാവും, ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവാം, ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും. അതുപോലെ എല്ലാ നടന്മാരും, ഒരുപാട് നടന്മാരുണ്ടെങ്കിലും അതിലൊരു ഏറ്റവും ഉയർന്ന ഒരു നടനുണ്ടാകുമ്പോൾ സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാർ എന്നൊക്കെ നമ്മൾ അവരെ വിളിക്കും. അപ്പൊ എല്ലാത്തിനും മുകളിൽ മറ്റൊരു വ്യക്തിയോ ഒരു ശക്തിയോ തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ദൈവങ്ങളുടെയും മുകളിലാണ് മഹാദൈവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം ദൈവം ഇരിക്കുന്നത്. എല്ലാ ദൈവത്തിന്റെ മുകളിലാണ്. അപ്പൊ അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും സൃഷ്ടിച്ച ആളാണ് സുപ്രീം ദൈവം അല്ലെങ്കിൽ മഹാദൈവം. ഇനി അടുത്ത പോയിന്റ് മഹാദൈവത്തിന്റെ പേര്. ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. മഹാദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള സകലതിനെ സൃഷ്ടിച്ച മഹാശക്തിയാണ് മഹാദൈവം എന്ന് പറയുന്നത്. ആ മഹാദൈവത്തിനെ ഞാൻ വിളിക്കുന്ന പേര് നാരായണൻ എന്നാണ്. ഈ പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട്, മനുഷ്യനുണ്ടായ കാലം തൊട്ട് നാരായണൻ എവിടെയുണ്ട്, നാരായണനെ കുറിച്ച് പറയാറുണ്ട്. നാരായണൻ എന്ന പേരാണ് ദ്വാപരയുഗത്തിന്റെ അവസാനം വരെ നാരായണൻ എന്ന പേരാണ് ലോകം അല്ലെങ്കിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഈ കലിയുഗം തുടങ്ങിയപ്പോൾ മതങ്ങളുണ്ടായി. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ച് പല പല പേരുകൾ കൊടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ മഹാദൈവത്തിന് പല പ്രധാനമായിട്ടും മനുഷ്യർ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പരാശക്തി എന്ന് പറയും, പരബ്രഹ്മം എന്ന് പറയും, പരമ്പൊരുൾ എന്ന് പറയും, പരമാത്മാവ് എന്ന് പറയും, ഓങ്കാരം. ഇങ്ങനെ പല പേരുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എന്നോട് പറയാം, പരാശക്തി, പരബ്രഹ്മം, പരമാത്മാവ്, പരമ്പൊരുള്, ഓങ്കാരം. ഇതൊക്കെയാണ് ഭഗവാന്റെ യഥാർത്ഥ പേരുകൾ. എന്നാൽ ഇതിലെല്ലാം ഭഗവാന് ചേർന്ന പേര് നാരായണൻ തന്നെയാണ്. കാരണം